ഇനി പാർലമെന്റിൽ നേർക്കുനേർ രാഹുലും മോദിയും. കുറച്ചു മാസങ്ങൾക്ക് മുമ്പുള്ള മോദിയല്ല, ഇപ്പോൾ രാഹുലും മാറിയിരിക്കുന്നു. മോദി എന്ന ഏകാധിപതിയായ നേതാവിന് പകരം സഖ്യകക്ഷി സർക്കാരിനെ നയിക്കുന്ന പ്രധാനമന്ത്രിയാണിപ്പോൾ മോദി. പപ്പു എന്ന് കളിയാക്കി വിളിച്ച രാഹുലിൽ നിന്നും ഇന്ത്യയുടെ പ്രതീക്ഷയായി രാഹുലും വളർന്നിരിക്കുന്നു. പുതിയ അറിവും പക്വതയും രാഹുലിനെ ഏറെ മാറ്റിയിരിക്കുന്നു. കോൺഗ്രസിന്റെ മാത്രമല്ല, ഇന്ത്യ മുന്നണിയെ മുന്നിൽ നയിക്കുന്ന നേതാവാണ് രാഹുൽ. ചുമതലകളിൽ നിന്ന് രാഹുൽ ഒളിച്ചോടുന്നു എന്ന പരാതിയാണ് പൊതുവെ ഉണ്ടായിരുന്നത്. ആ ചീത്തപ്പേരും മാറുന്നു. രാഹുൽ പ്രതിപക്ഷ നേതാവായി എത്തുന്നു. അതൊരു മധുര പ്രതികാരം കൂടിയാണ്. രാഹുൽ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ടായിരുന്നു. എന്നാൽ പതിവ് പോലെ ഇക്കാര്യത്തിൽ രാഹുൽ മനസ്സ് തുറന്നിരുന്നില്ല. എന്നാൽ ഒടുവിൽ ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച് തീരുമാനം കൈക്കൊണ്ടത്. രാഹുലിനെ പ്രതിപക്ഷ നേതാവായി നിയമിക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധി പ്രോടൈം സ്പീക്കർക്ക് കത്തു നൽകി. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തക സമിതിയും ഏകകണ്ഠീയ പ്രമേയം പാസാക്കി. ഏറെ നിർണായക ഘട്ടത്തിലൂടെയാണ് രാജ്യവും കോൺഗ്രസും കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിൽ ചുമതലകളിൽ നിന്ന് രാഹുൽ മാറി നിൽക്കരുത് എന്ന ആവശ്യമാണ് ഉയർന്നത്. പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കാതിരിക്കാൻ അത് മുന്നണിക്കും പാർട്ടിക്കും തിരിച്ചടി ഉണ്ടാകുമെന്ന വാദവും ഉയർന്നു. ഉത്തരവാദിത്തങ്ങൾ ഏൽക്കാൻ രാഹുൽ വിമുക്തത കാട്ടുന്നുവെന്ന ആക്ഷേപം ശക്തമാകുമെന്നും BJPയും ഭരണകക്ഷി പാർട്ടികളും അത് ആഘോഷിക്കുമെന്നും അഭിപ്രായമുണ്ടായി. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ നടത്തുന്ന ഇടപെടലുകൾ രാഹുലിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഇത് ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾക്കിടയിലും സ്വീകാര്യത വർദ്ധിപ്പിക്കുമെന്നും മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഇതോടെയാണ് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കാൻ രാഹുൽ തയ്യാറായത്. രാഹുലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്കാണ് ഭാരത് ജോഡോ യാത്ര വഹിച്ചത്. ജനങ്ങളുമായി അടുത്തിടപഴകി ആവശ്യങ്ങൾ മനസ്സിലാക്കിയ രാഹുൽ അക്കാര്യങ്ങളാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളാക്കിയത്. പാർലമെന്റിൽ ഇക്കാര്യം ശക്തമായി ഉയർത്തിക്കൊണ്ടുവരാനും രാഹുലിന് സാധിച്ചു. 2019 തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പാർട്ടി പ്രസിഡന്റ് പദം രാഹുൽ ഒഴിഞ്ഞിരുന്നു. എന്നാൽ അധ്യക്ഷ പദവിയിൽ നിന്നൊഴിഞ്ഞെങ്കിലും പാർട്ടി വിട്ടവരെ അവഗണിച്ചും ഒപ്പം നിന്നവരെ ചേർത്ത് പിടിച്ചും രാഹുൽ മുന്നോട്ടുള്ള യാത്ര തുടർന്നു. വലിയ പരീക്ഷണങ്ങളിലൂടെയാണ് രാഹുലും കോൺഗ്രസും കടന്നുപോയത്. BJPയുടെയും മോദിയുടെയും അപ്രമാദിത്വത്തിനു മുന്നിൽ രാഹുലും കോൺഗ്രസും വലിയ പോരാട്ടമാണ് നടത്തിയത്. പരിഹാസങ്ങൾക്കിടയിലും രാഹുൽ ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെയുള്ള പോരാട്ടങ്ങളുമായി മുന്നോട്ടു പോയി. അതിനു ഫലമുണ്ടായി. കേന്ദ്രത്തിൽ നിർണായക ശക്തിയായി കോൺഗ്രസ് തിരിച്ചെത്തി. ദേശീയ രാഷ്ട്രീയത്തിൽ ശക്തനായ നേതാവായി രാഹുൽ മാറുകയും ചെയ്തു. രാഷ്ട്രീയത്തിൽ രാഹുൽ എത്തിയിട്ട് 20 വർഷം പിന്നിടുന്നു. 10 വർഷം അധികാരമില്ലാതെ നടത്തിയ പോരാട്ടങ്ങൾക്കൊടുവിലാണ് പ്രതിപക്ഷത്തെ നയിക്കാൻ രാഹുൽ എത്തുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിലാണ് രാഹുൽ മത്സരിച്ചത്, റായ്ബേറിയയിലും വയനാട്ടിലും. റായ്ബേറിയയിൽ 3,90,3030 വോട്ടുകൾക്കും വയനാട്ടിൽ 3,64,422 വോട്ടുകൾക്കുമാണ് രാഹുൽ വിജയിച്ചത്. വടക്കേ ഇന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വയനാട് മണ്ഡലം ഒഴിയുകയായിരുന്നു. പടിപടിയായിട്ടായിരുന്നു രാഹുലിന്റെ രാഷ്ട്രീയ വളർച്ച. 2007 NSUവിന്റെ ചുമതലയിലുള്ള AICC ജനറൽ സെക്രട്ടറിയായി. 2013 വൈസ് പ്രസിഡന്റ്. 2017 കോൺഗ്രസ് അധ്യക്ഷൻ. 2019 കനത്ത പരാജയം രാഹുൽ ഗാന്ധിക്ക് കടുത്ത പ്രഹരമായി. കോൺഗ്രസിന്റെ കൂട്ടത്തോൽവി മാത്രമായിരുന്നില്ല, അമേഠിയ ലോക്സഭാ മണ്ഡലത്തിലെ പ്രഹരവും കൂടിയായിരുന്നു രാഹുലിനെ തളർത്തിയത്. വിശ്വസ്തരായി രാഹുൽ ഗാന്ധി ചേർത്തു നിർത്തിയിരുന്ന നേതാക്കൾ BJPയിലേക്ക് ചേക്കേറി. പപ്പുവിളികൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു. പരാജയത്തിന്റെ കാരണക്കാരനായി തന്നെ വിലയിരുത്തുന്നു എന്ന് തിരിച്ചറിഞ്ഞ് കോൺഗ്രസ് അധ്യക്ഷ പദത്തിൽ നിന്നും രാഹുൽ പടിയിറങ്ങി. ചൗക്കീദാർ ചോർ മുദ്രാവാക്യം തിരിച്ചടിയായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടി വിമർശനങ്ങൾ പ്രതിക്കൂട്ടിലാക്കി. രാഹുൽ അധ്യക്ഷ പദത്തിൽ തിരികെ എത്തണമെന്ന് പ്രവർത്തക സമിതി ആവശ്യപ്പെട്ടപ്പോഴും വഴങ്ങിയില്ല. തന്റെ തിരിച്ചടികളെയെല്ലാം മാറ്റിയത് ഭാരത് ജോഡോ യാത്രയിലൂടെയായിരുന്നു. കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെ 145 ദിവസം കൊണ്ട് 3570 കിലോമീറ്റർ രാഹുൽ നടന്നു. സംഘർഷബാധിതമായ മണിപ്പൂരിൽ സമാധാന ദൂതുമായി എത്തി. രാഹുലിന് മണിപ്പൂർ പകരമായി നൽകിയത് 2 ലോക്സഭാ സീറ്റുകളാണ്. കോടതി വിധിയിലൂടെ ലോക്സഭാംഗത്വം നഷ്ടമായപ്പോൾ ഡൽഹിയിൽ ഒരു വീട് നഷ്ടമായ രാഹുലിന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വീട് നൽകാൻ തയ്യാറായി. ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സീറ്റുകളിലാണ് കോൺഗ്രസ് ഇത്തവണ മത്സരിച്ചത്. ശക്തമായ പ്രതിപക്ഷ നിരയെ വാർത്തെടുക്കാൻ കഴിഞ്ഞ ഇന്ത്യ മുന്നണിയിൽ രാഹുൽ നടത്തിയ വിട്ടുവീഴ്ചയിലൂടെയായിരുന്നു. ഒടുവിൽ തലയെടുപ്പോടെ രാഹുൽ പാർലമെന്റിൽ നിൽക്കുന്നു, മോദിക്കൊപ്പം കരുത്തോടെ.